എന്തായാലും കോടതിയിലേക്ക് അവർ കയറിയിരിക്കുകയാണ്. തിരികെ വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് മധുവിന്റെ സഹോദരി പറഞ്ഞത്. അമ്മയും സഹോദരിയും ഈ വിധിയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അവരിപ്പോഴാണ് കോടതിയിലേക്ക് എത്തിയത്. അതായത് 11 മണിയോട് കൂടിയായിരിക്കും കേസ് പരിഗണിക്കുക എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ 10:15 കൂടി തന്നെ ജഡ്ജി കേസ് പ്രോസിക്യൂഷന്റെ പ്രതികരണമാണ്. നമുക്ക് അതൊന്ന് വിശദമായി നോക്കാം. പ്രോസിക്യൂഷന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? 12:30 വിധിപ്രസ്താവം ഉണ്ടാകേണ്ടത്. പ്രതികൂലമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ പ്രതികരണമടക്കം മാധ്യമങ്ങൾ തേടുന്നുണ്ട്. നമുക്ക് വളരെ കൃത്യമായ ആ വിവരത്തിലേക്ക് എത്തുകയും ചെയ്യാം. മാധ്യമങ്ങളുടെ പ്രതികരണം ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ അതേസമയം അല്പസമയം മുമ്പായിരുന്നു ഈ കൊല്ലപ്പെട്ട മധുവിന്റെ അമ്മ മല്ലി കോടതിയിലേക്ക് എത്തിയത്. അട്ടപ്പാടി ചിണ്ടക്കിയൂരിലെ മല്ലന്റെയും മല്ലിയുടെയും മകനായിരുന്ന മധുവാണ് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനായി 2018 കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. 2018 മെയ് 20 ആയിരുന്നു ഇത്തരത്തിൽ കുറ്റം നടന്ന് 90 ദിവസത്തിനകം അഗളി പോലീസ് മണ്ണാർക്കാട് പ്രത്യേക കോടതിയിൽ 16 പേരെ പ്രതികളാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച കേസ് ആണ്. ആ 16 പ്രതികളിൽ 14 പേർ കുറ്റക്കാരെന്ന് വിചാരണ കോടതി കണ്ടെത്തിയ കേസിൽ ഇപ്പോൾ ചെറിയ മാറ്റമുണ്ടാകുന്നു. നിലവിൽ ഒന്നാം പ്രതിയെ കോടതി കുറ്റക്കാരനിൽ നിന്ന് കണ്ട് വിട്ടയച്ചു. പറയട്ടെ. നിലവിൽ ഒന്നാം പ്രതിയെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് കുറ്റവിമുക്തനാക്കി. 4ഉം 11 പ്രതികളെ കീഴ്ക്കോടതി വെറുതെ വിട്ടത്. ആ വെറുതെ വിട്ട നടപടി ശരിവെച്ചു. 16ാം പ്രതിയുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് 12:30 അറിയാൻ പറ്റും. അതായത് 3 മാസമായിരുന്നു ഈ 16ാം പ്രതിയെ മുമ്പ് ശിക്ഷിച്ചിരിക്കുന്നത്. ആ ശിക്ഷക്കെതിരെ സ്റ്റേറ്റ് അപ്പീൽ പോയിരുന്നു. അത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ശിക്ഷ അപ്പീൽ കൺസിഡർ ചെയ്തു. 12:30 പറയും. മറ്റു പ്രതികൾക്കെതിരെ സ്റ്റേറ്റ് നൽകിയ അപ്പീൽ അലവേറ്റഡ്. അലവെന്നാണ് പാർട്ട്ലി അലവേറ്റഡ്. അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. 12:30 അറിയാം. ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു. ഒന്നാം പ്രതിക്കെതിരായി കീഴ്ക്കോടതിയിൽ ഉന്നയിച്ച അതേ ഗ്രൗണ്ടുകൾ തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്നാം പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ഡിജിറ്റൽ തെളിവുകളും അതുപോലെ തന്നെ 8ഉം 19ഉം സാക്ഷികളും. 8ാം സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച മധുവിന്റെ അടുത്ത ബന്ധുവാണ്. 19ാം സാക്ഷി ഒരു ഓട്ടോ ഡ്രൈവർ മണികണ്ഠനാണ്. ഈ 8ഉം 19ഉം സാക്ഷികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ പ്രോസിക്യൂഷൻ റിലൈ ചെയ്ത ഡിജിറ്റൽ എവിഡൻസ് തന്നെ ഡിഫൻസും റിലൈ ചെയ്തു. ആ ഡിജിറ്റൽ എവിഡൻസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിശദമായി പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചതിൽ നിന്നും 8ഉം 9ഉം സാക്ഷികളെ പ്രോസിക്യൂഷൻ കളവായി കൊണ്ടുപോകുന്നതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ കീഴ്ക്കോടതി എടുത്ത മറ്റ് ചില തെളിവുകൾ ഒന്നാം പ്രതിക്ക് മതിയായ തെളിവുകളല്ല, ഇതിക്കെതിരെ മതിയായ തെളിവുകളല്ല എന്ന് മനസ്സിലായിട്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ സംഭവ സ്ഥലത്ത് വനത്തിനകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഹുസൈൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന വാദം കോടതി ശരിവെച്ചു എന്നാണ്. ഹുസൈൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഒരിക്കലും ഒന്നാം പ്രതിയുടെ വക്കീലന്മാർ, ഞങ്ങൾ ഒരിക്കലും വാദിച്ച അങ്ങനെ ഒരു കാര്യം വാദിച്ചിട്ടേ ഇല്ല. ഹുസൈൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങളുടെ കേസ്. ഹുസൈനെ പോലെ അനേകം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഹുസൈൻ എന്ന് കീഴ്ക്കോടതി എടുത്ത അതേ ഡിഫൻസ് തന്നെയാണ്. അതായത് ഡിജിറ്റൽ എവിഡൻസ് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഒന്നാം പ്രതി എടുത്ത വാദം. ഡിജിറ്റൽ എവിഡൻസ് സ്വീകരിക്കണം. ഡിജിറ്റൽ എവിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം പ്രതി ഒരിക്കലും സ്ഥലത്തുണ്ടായിരുന്നില്ല, അതായത് ഈ കൃത്യം ചെയ്തിട്ടില്ല. പ്രോസിക്യൂഷൻ പറയുന്നത്, അതായത് നിങ്ങൾക്കറിയാലോ, അത് ഒന്നാം പ്രതി ചവിട്ടിയ ചവിട്ടിലാണ് മധു മരണപ്പെട്ടത് എന്നാണ് ആരോപണം. അപ്പൊ ഇതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒന്നാം പ്രതിക്കെതിരെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒന്നാം പ്രതി അവിടെ, അതും പ്രോസിക്യൂഷന്റെ അതേ തെളിവുകൾ തന്നെ ഡിഫൻസിന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 8ഉം 9ഉം സാക്ഷികളെ വിശ്വസിച്ചുകൊണ്ട് ഒന്നാം പ്രതിക്ക് ജീവപര്യന്തം വരെ കൊടുക്കാമായിരുന്നു. അപ്പൊ അതേ തെളിവുകൾ തന്നെയാണ് ഡിഫൻസും സ്വീകരിച്ചത്. അതായത് പ്രോസിക്യൂഷൻ റിലൈ ചെയ്യുന്ന ഡിജിറ്റൽ എവിഡൻസ് തന്നെയാണ് ഡിഫൻസും സ്വീകരിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന 2 സാക്ഷികൾ അത് വ്യാജമായിരുന്നു. അതായത് പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന ഈ 8ഉം 19ഉം സാക്ഷികൾ വ്യാജമാണെന്നൊരു ക്രോസ് എക്സാമിനിൽ വരുത്തിക്കുക മാത്രമല്ല ചെയ്തത്. ഡിജിറ്റൽ എവിഡൻസ് വെച്ചിട്ട്, അതായത് CCTV തെളിവുകൾ വെച്ചിട്ട് 8ഉം 19ഉം സാക്ഷികൾ ഈ സ്ഥലത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് 2 ഷോപ്പുകളിലായി നിൽക്കുകയായിരുന്നു എന്ന് ഡിഫൻസ് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? ഷാജിത്ത്
അഭിലാഷ്, ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകനാണ് സംസാരിച്ചത്. എന്തായാലും അദ്ദേഹം പറയുന്നതനുസരിച്ച് ഒന്നാം പ്രതി ഹുസൈൻ സംഭവ സ്ഥലത്ത് ഉണ്ടായില്ല എന്ന് തെളിയിക്കുവാൻ കൃത്യമായി സാധിച്ചു എന്നാണ് പറയുന്നത്. ഒന്നാം പ്രതി ഹുസൈനെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അത് ഉണ്ടായിരുന്നു എന്ന് പ്രോസിക്യൂഷന് വാദിക്കാൻ കഴിഞ്ഞില്ല. അവർ നിരത്തിയ, അതായത് അവർ ഉന്നയിച്ച തെളിവുകളെല്ലാം തന്നെ അത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നായിരുന്നു ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇനി നമുക്ക് പ്രോസിക്യൂഷന്റെ അഭിപ്രായം കൂടി തേടേണ്ടതുണ്ട്. പ്രോസിക്യൂഷൻ ഏത് വിധത്തിലാണ് ഈ കേസിൽ ഒന്നാം പ്രതിയെ വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ തെളിവുകൾ എന്തുകൊണ്ട് പ്രോസിക്യൂഷനെ കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും പ്രോസിക്യൂഷന്റെ ഒരു പ്രതികരണത്തിനായി, പ്രോസിക്യൂഷൻ അഭിഭാഷകന്റെ പ്രതികരണത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. അതിനിടയിൽ കുടുംബം എത്തിയിട്ടുണ്ട്. മധുവിന്റെ കുടുംബം വലിയ നിരാശയിൽ തന്നെയായിരിക്കും. കാരണം നേരത്തെ വെറുതെ വിട്ട 2 പ്രതികളെ, 4ഉം 11ഉം പ്രതികളെ വെറുതെ വിട്ട നടപടികൾക്കെതിരെയും ശിക്ഷാവിധി ഉയർത്തി ജീവപര്യന്തമാക്കണം എന്നീ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. എന്തായാലും കോടതിയിൽ നിന്ന് 3 പ്രതികളെ കൂടി വെറുതെ വിടുമ്പോൾ എന്താണ് ആ കുടുംബത്തിന് പറയാനുള്ളതെന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അഭിഭാഷകർ, തീർച്ചയായും മുഴുവൻ പ്രതികളോടും കോടതിയിലേക്ക് എത്താൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ കുറ്റക്കാർ ആരൊക്കെ എന്ന കണ്ടെത്തലിലേക്ക് കോടതി പോകുമ്പോൾ അതിൽ ഒന്നാം പ്രതി കുറ്റക്കാരനല്ല എന്നുള്ളതാണ്. ഒപ്പം 4, 11 പ്രതികൾ കുറ്റക്കാരല്ല എന്ന് നേരത്തെ വിചാരണ കോടതി കണ്ടെത്തിയിരുന്നു. അവരെയും കുറ്റവിമുക്തരാക്കുന്നു. 16 പ്രതികൾ ഉള്ള കേസിൽ 13 പേർ കുറ്റക്കാരും 3 പേർ കുറ്റവിമുക്തരും ആക്കപ്പെടുന്നു. ഇനി എന്താണ് ഇവർക്കുള്ള ശിക്ഷ എന്നത് 12:30 അറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.